ആദ്യം പറഞ്ഞ കണ്ടീഷനിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. സ്വത്ത് വകകൾ 50% എല്ലാ മക്കൾക്കും കൂടി തുല്യമായി വീതിച്ചു നൽകുന്നു. ബാക്കി 50% സ്വത്തിന് അവകാശം ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്. ആ സ്വത്ത് വകകൾ കൈകാര്യം ചെയ്യാനും കൈമാറ്റം ചെയ്യാനും ആ കുഞ്ഞിന് 18 വയസ്സിന് ശേഷം മാത്രമേ അവകാശമുള്ളൂ. അതുവരെ പ്രസ്തുത സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാൻ അവകാശം ശ്യാമയുടെ പേരിൽ നിക്ഷിപ്തമായിരിക്കാം. ഇത് വസുന്ധരാമ്മ ശ്യാമയ്ക്ക് എഗ്രിമെന്റിൽ നൽകുന്ന പ്രത്യേക പവറാണ്. ആദിത്യന്റെ മക്കൾ, പിന്നെ ശ്രീകുട്ടി, ഇവർക്ക് പ്രത്യേക പരിഗണന എന്ന നിലയിൽ 5 കോടി രൂപ വീതം വില വരുന്ന സ്വത്ത് വകകൾ എഴുതി വച്ചിട്ടുണ്ട്. ആനന്ദവർമ്മ സാറും വസുന്ധര മേഡവും ചേർന്ന് എഴുതി വെച്ച എഗ്രിമെന്റിലെ പ്രധാന പോയിന്റ്സുകൾ ഇതൊക്കെയാണ്. അപ്പൊ എല്ലാരും ആദ്യം തീരുമാനിച്ചുറപ്പിച്ച കാര്യം തന്നെയാ എഗ്രിമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. അതെ, ഈ എഗ്രിമെന്റിനെ കുറിച്ച് തീരുമാനിക്കുമ്പോ മരുമകളായ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ എഗ്രിമെന്റില് അരുണിന്റെ ഭാര്യ എന്ന പേരിൽ എനിക്ക് തർക്കമുണ്ട്. ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ പകുതി സ്വത്തോ? അതിന്റെ നടത്തിപ്പ് അവകാശം ശ്യാമയ്ക്കും. അതെങ്ങനെ നടക്കും? അതൊന്നും പറ്റില്ല. അതിരിക്കട്ടെ, ശ്രീകുട്ടിക്ക് എന്ത് അവകാശം ഈ കുടുംബത്തിനകത്ത് ഉണ്ടായിട്ടാ 5 കോടി രൂപയുടെ സ്വത്ത് പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നേ? ഈ ശ്രീകുട്ടിക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അത് പറ്റില്ല. ആ കാര്യത്തിലും എനിക്ക് തർക്കമുണ്ട്. ഈ എഗ്രിമെന്റ് അംഗീകരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. എന്താ മേഡം ഇത്? വിടൂ. എന്താ ഇത്? മേഡം വിടു മേഡം, പ്ലീസ്. മേഡം എന്തായി കാണിക്കുന്നേ? വിടു മേഡം. മേഡം വിടൂ. ഫയൽ വിടു മേഡം, പ്ലീസ്. എന്താ ഇത്? പ്ലീസ്. ഐശ്വര്യ, നിന്നെ കൊല്ലണല്ലേ? നിന്നെ നീ ഇങ്ങനെ ഓരോ നാടകം കളിച്ച് എന്റെ അരുണിനെ, ഈ കുടുംബത്തെയും ഒരുപാട് വേദനിപ്പിച്ചു. ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി. എന്റെ വീട്ടിൽ എല്ലാവരോടും ഒരുപാട് ദ്രോഹങ്ങൾ കാണിച്ചു ഇല്ലേ? എന്നെ കൊല്ലല്ലേ? ഇനി ഇതൊന്നും പറ്റില്ല. നീ എന്ന ദ്രോഹം അവസാനിക്കണം. എന്റെ മക്കൾ, എന്റെ ശ്രീകുട്ടി രക്ഷപ്പെടണം. വേണ്ട. അതിന് തീരേണ്ടത് നീയാ. ഈ വീട്ടിലെ തീരാ ശാപമാ നീ. ഈ നിമിഷം നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോകും. നിനക്ക് എതിർപ്പുണ്ടോ? അമ്മേ, അത് എതിർപ്പുണ്ടോന്ന്?
ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ഉണ്ടോ? ഇല്ല, എതിർപ്പില്ല. ഇത് നിന്റെ കുടുംബസ്വത്ത് വീതം വെക്കുന്ന എഗ്രിമെന്റ് അല്ല. സർ പ്ലീസ്. ഇത് ആനന്ദേട്ടനും ഞാനും പിന്നെ പ്രധാനമായും അഖി ശ്യാമയും അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് വീതം വയ്ക്കില്ല. പിന്നെ എന്റെ മക്കൾക്ക് മാത്രമല്ല, അക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിനക്കും ഞാൻ സ്വാതന്ത്ര്യം തരുമായിരുന്നു. അത് മുമ്പ്, കുറച്ചു മുമ്പ് വരെ. മനസ്സിലായോ? അന്ന് നീ എന്റെ മരുമകളായിരുന്നില്ല, സ്വന്തം മകളായിരുന്നു. ഇപ്പൊ നീ ഈ വീട്ടിൽ ആരുമല്ല. എല്ലാവരാലും വെറുക്കപ്പെട്ടവളാ. വെറും അധികപ്പറ്റ്. ശ്യാമയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ എന്ത് കാര്യത്തിനാ സ്വത്തെഴുതി വെക്കുന്നതെന്ന് മുമ്പേ ഞങ്ങൾ കുടുംബക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീകുട്ടിയുടെ കാര്യം ശരിയാ. എന്റെ കുഞ്ഞിന്റെ പേരിൽ 5 കോടി രൂപയുടെ സ്വത്തെഴുതി വെക്കുന്നുണ്ട്. അത് വെറുതെയല്ല, അവള് ഞങ്ങളുടെ കൊച്ചുമകളായതുകൊണ്ടാണ്. ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും എന്റെ ശ്രീകുട്ടി മോൾക്കും ആദിയുടെ മക്കൾക്കും അങ്ങനെ എന്റെ ആനന്ദേട്ടന്റെ കൊച്ചുമക്കൾക്കെല്ലാം സ്വത്ത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇഷ്ടം. എതിർക്കാൻ ആരാ ഉള്ളത്? പറയേ. നീ വാ, അവകാശം പറഞ്ഞു വാ. അരുണിൽ നിനക്ക് ജനിച്ച കുഞ്ഞുമായി അവകാശം പറയാൻ വാ. എന്നാ ആ കുഞ്ഞിന് ഞങ്ങൾ പ്രത്യേക പരിഗണന കൊടുക്കും. അതെങ്ങനെയാ? ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഗർഭപാത്രമെങ്കിലും ഒരു അമ്മയ്ക്ക് വേണ്ടേ, അല്ലേ? ആദ്യം എന്റെ മോൻ അരുണിന്റെ ഒരു കുഞ്ഞിനെങ്കിലും പ്രസവിക്കാൻ കഴിയുമെന്ന് നീ തെളിയിക്കും. എന്നിട്ട് സ്വത്തിനെ കുറിച്ച് സംസാരിക്കാം. അതുപോരെ? അപ്പൊ സർ, എല്ലാം തീരുമാനിച്ച പോലെ നടക്കും. പറഞ്ഞ ദിവസം തന്നെ ഈ അഗ്രിമെന്റിൽ ഞാനും ആനന്ദേട്ടനും സൈൻ ചെയ്യും. അങ്ങനെ ഓക്കേ, തീരുമാനിക്കാം സർ. എന്നാ ഞാൻ ഇറങ്ങുന്നു. ശരി ശരി. ഇനി എല്ലാവരും കേൾക്കാൻ ഒരു തീരുമാനം കൂടി ഞാൻ പറയാം. കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഐശ്വര്യ കൂടി കേൾക്കാനുള്ളതാ. എന്റെ മകൻ അരുണിന് ഐശ്വര്യയിൽ നിന്ന് ഡിവോഴ്സ് വേണം. ഇനി ഐശ്വര്യയെ അരുണിനോ ഇവിടെയുള്ള ആർക്കും ഉൾക്കൊള്ളാനാവില്ല. ഐശ്വര്യയ്ക്ക് സമ്മതമാണെങ്കിൽ സംഗതികൾ എളുപ്പമാകും.
ഭാര്യയും ഭർത്താവും മ്യൂച്വലായിട്ട് കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അല്ല, ഇനി ഐശ്വര്യക്ക് സമ്മതമല്ലെങ്കിലും ഡിവോഴ്സ് നടക്കും, അതുറപ്പാ. അമ്മ ഞാൻ ഇനി ഈ ഒരു കാര്യത്തിൽ സംസാരത്തിന്റെ ആവശ്യമില്ല. കാര്യങ്ങൾ മാന്യമായിട്ട് തീരുവാണെങ്കിൽ അതങ്ങനെ. അതാ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അല്ല, സംഭവങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനാ ശ്രമമെങ്കിൽ അത് ഫേസ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. തീരുമാനിക്കും, എന്താ വേണ്ടെന്ന് തീരുമാനിക്കും. ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം, മനസ്സിലായല്ലോ? എന്റെ മകൻ അരുണിന് ഐശ്വര്യയിൽ നിന്ന് ഡിവോഴ്സ് വേണം. ഇനി ഐശ്വര്യയെ അരുണിനോ ഇവിടെയുള്ള ആർക്കും ഉൾക്കൊള്ളാനാവില്ല. അല്ല, ഇനി ഐശ്വര്യക്ക് സമ്മതമല്ലെങ്കിലും ഡിവോഴ്സ് നടക്കും, അതുറപ്പാ. എല്ലാം തകർന്നു പോവാ. പല കളികൾ കളിച്ച തിരിച്ചു കേറി വന്നത്. വീണ്ടും എനിക്ക് തോൽവിയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഞാൻ ഓവർകം ചെയ്യും. ആ മോളെ, മമ്മി എവിടെയാ? UK-ല്. തമാശ കള മമ്മി, ശരിക്കും എവിടെയാ? എന്റെ മോളെ, കടക്കാരെ പേടിച്ച് ഞാൻ ഒളിച്ചു നടക്കുവാ. ആ വാടക വീട്ടിലാണ് ഇരിക്കാനേ വയ്യ. ക്യാഷ് തിരിച്ചു ചോദിച്ച് കടക്കാരുടെ വലിയ ശല്യമാ. അങ്ങനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. വാടക കുടിശ്ശികയുടെ ക്യാഷും മമ്മിയുടെ ചെലവിനുള്ള രൂപയൊക്കെ ഞാൻ തന്നയച്ചതല്ലേ? വാടക കുടിശ്ശിക്കാൻ വീട്ടിലെ ചെലവും അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോന്നു. അതുകൊണ്ടായോ? ചുറ്റും പലിശക്കടമല്ലേ. ഇത് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇത് തന്നെ സെന്റ് പറഞ്ഞ് ശ്യാമയുടെ കൈ നടിച്ചതാ ഞാൻ. ആദ്യം നീ അവിടെ ശരിക്കും പിടിച്ചു നിൽക്കാൻ നോക്ക്. പിന്നെ ക്യാഷ് എല്ലാം താനെ വന്നോളും. അത് മതി. അതെനിക്കറിയാം മമ്മി. അതിനല്ല ഞാനിപ്പോ വിളിച്ചത്. മറ്റൊരു കാര്യം പറയാനാ. പറയൂ, കേക്കട്ടെ. മമ്മി, സ്വത്തെല്ലാം ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലാ വസന്തരാമ എഴുതി വെക്കാൻ പോകുന്നേ. അതെയോ? നാളെയാ വസന്തരാമ പ്രമാണത്തിൽ ഒപ്പിടാൻ പോകുന്നേ. എല്ലാം തീരുമാനമായി. അത് നമുക്ക് പ്രശ്നമാണല്ലോ മോളെ. മമ്മി, അത് മാത്രമല്ല, ഇവിടെ വസന്തരാമയും എല്ലാരും ചേർന്ന് അരുണിനെ കൊണ്ട് കോടതിയിൽ ഡിവോഴ്സിന് കേസ് കൊടുക്കാൻ പോവാ. ഓ, അങ്ങനെ ഒരു നീക്കമുണ്ടോ? അതെ മമ്മി. വസന്തരാമ എനിക്കെതിരെ വാശിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അത് പറ്റില്ലല്ലോ. എങ്ങനെയും അവരെ ഒതുക്കണമല്ലോ. ഡിവോഴ്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നാളെ വസന്തരാമ പ്രമാണത്തിൽ ഒപ്പുവെക്കും. അത് തടയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് തടയാൻ നമുക്ക് പറ്റില്ല. പിന്നെ നിന്റെ വസുന്ധരാമ നാളെ രജിസ്റ്റർ ഓഫീസിൽ എത്തരുത്. ആ പ്രമാണത്തിൽ ഒപ്പിടരുത്. അതിന് നിന്റെ വസുന്ധരാമ ഉണ്ടാവരുത്. അതിന് വേണ്ടത് എന്താണോ അത് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യാ? വഴിയുണ്ട്. ഞാൻ പറയുന്ന നീ ശ്രദ്ധിച്ച് കേക്ക്. പറ മമ്മി, കേക്കട്ടെ.
എങ്ങനെയുണ്ട് ഐഡിയ? അതെ മമ്മി, ഇത് ഓക്കെയാ. ഞാനിത് നടത്തും, നടത്തിയിരിക്കും, ഉറപ്പ്. ശരി മോളെ. വാ മോളെ, സമയം വൈകി. സംഗതി സക്സസ്. ബ്രേക്ക് ഇല്ലാത്ത കാറിൽ മുത്തശ്ശിയും മോളും. വസുന്ധരാമ ശ്യാമയുടെ കുഞ്ഞിന് സ്വത്തെഴുതി കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം. എല്ലാം ഇന്ന് റോഡിൽ അവസാനിക്കും. നോക്കിയില്ലേ? കുഴപ്പമില്ല. എന്താ? എന്താ സർ? നോക്കട്ടെ. വണ്ടിയുടെ എന്ത് ബോൾട്ടാണിത്? പോയി ചോദിക്കാം, വാ. ഏട്ടാ, നിങ്ങൾ വന്നോ? അമ്മയും ശ്രീക്കുട്ടി പോയോ? ഏട്ടാ, ഏട്ടാ നോക്കിയേ. ഇവിടെ ഏത് കാറാ കിടന്നേ? അത് അമ്മയും ശ്രീക്കുട്ടി കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോയ കാറാ. ആ കാറിന്റെ ബ്രേക്ക് ആരും അഴിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ബ്രേക്കോ? ശ്യാമ, വേഗം നമ്മെ വിളിക്കേ. ശ്യാമ, നിങ്ങൾ എത്തിയോ? ഞാൻ ശ്രീകുട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക്. ആനന്ദേട്ടൻ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, കാറിന്റെ ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അമ്മ ഒന്ന് ഡ്രൈവറോട് ചോദിക്കോ? എന്താ കാര്യം? എന്താ അമ്മ ഒന്ന് ചോദിച്ചേ പറയാം. എന്നോട് ചോദിക്കാൻ പറ. ശിവ, ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്രേക്ക് ശരിക്കും കിട്ടുന്നില്ല മാഡം. ശ്യാമേ, ബ്രേക്ക് കുറവാന്നാ ശിവൻ പറയുന്നേ. അയ്യോ
അമ്മ കാർ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താൻ പറ. കാറിന്റെ നട്ടെല്ലാം ഊരി ഇവിടെ കിടക്കുക. എന്തോ പ്രശ്നമുണ്ട്. ആ, ശിവ കാർ ഒന്ന് നിർത്തിയേ. മാഡം ബ്രേക്ക് കിട്ടുന്നില്ല മാഡം. എന്താ? ശരിയാ മോളെ, ബ്രേക്ക് കിട്ടുന്നില്ല. ദൈവമേ, അമ്മ എന്താ സൂക്ഷിക്കാൻ പറ. പറഞ്ഞേ? എന്താ ബ്രേക്ക് എന്താ പറഞ്ഞേ പറ. ബ്രേക്ക്